നമ്മുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടകരയിലുള്ള ചെറുവത്തൂർച്ചിറ എന്ന ഗ്രാമത്തിലാണ് നമ്മുടെ കമ്പനി സ്ഥിതി ചെയ്യുന്നത്. എത്ര വർഷമായിട്ട് നമ്മൾ കമ്പനി തുടങ്ങി? ഡിസംബർ 22-ലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. ശ്രീജ മേഡം ആണോ അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്? അല്ല, നമ്മളിപ്പോൾ 7 ഫ്രണ്ട്സ് കൂടിയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഓ, 7 പേരുണ്ട് അല്ലേ? 7 പേരുണ്ട്. ആ, അവരൊക്കെ സുഹൃത്തുക്കളാണോ? ഫ്രണ്ട്സും ഉണ്ട്, റിലേറ്റീവ്സും ഉണ്ട്. എല്ലാവരും വനിതാ സംരംഭകരാണ്. സംരംഭമായിട്ടാണ് നമ്മളിത് തുടങ്ങിയേക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ബിസിനസ് ഒക്കെ ചെയ്ത് പരിചയമുണ്ടോ? പരിചയമില്ല. നമുക്ക് ഹസ്ബൻഡ് പറഞ്ഞിട്ട് അങ്ങനെ സപ്പോർട്ടുണ്ട് നമുക്ക്. അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാമെന്നുള്ള ഒരു ധൈര്യം എങ്ങനെ കിട്ടിയത്? ഇതിങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള പ്രചോദനം എന്തായിരുന്നു? നമുക്ക് മായില്ലാത്ത രീതിയിൽ പുറത്തേക്ക് എല്ലാവർക്കും കിട്ടാവുന്ന രീതിയിൽ വെളിച്ചെണ്ണയും കാഷ്നട്ടും കൊടുക്കാമെന്നുള്ള പൊടികളായാലും നമുക്ക് കൊടുക്കാം എന്നുള്ളൊരു രീതിയിലാണ് നമ്മളിത് തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ വീട്ടമ്മമാരായതുകൊണ്ട് അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ളൊരു സാധനങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ഇതുണ്ട്. കോക്കനട്ട് ഓയിലിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല നാളികേരം എടുത്ത് ഇവിടെ നാട്ടിൽ നിന്ന് എടുത്തിട്ട് മിക്കതും അത് അന്നേ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമ്മൾ ഡ്രയറിലാണ് ഉണക്കുന്നത്. ഡ്രയറിൽ ഉണക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയിലത്തൊക്കെ ഇട്ട് ഉണക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ കുറച്ച് ഫംഗസോ അങ്ങനത്തെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഡ്രയറിലാകുമ്പോൾ വിത്തിൻ 1 ഡേ തന്നെ നല്ല കൊപ്രയായിട്ട് കിട്ടും. ആ കൊപ്രയായിട്ട് കിട്ടുന്നത് കട്ടിങ് മെഷീൻ ഉണ്ട്, ഓട്ടോമാറ്റിക് കട്ടിങ് സിസ്റ്റം ഉണ്ട് ഇവിടെ. അതിൽ കൂടെ കട്ട് ചെയ്തിട്ട് നേരെ അത് റോസ്റ്റിംഗ് മെഷീനിലേക്ക് പോകും. റോസ്റ്റിംഗ് മെഷീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 70 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് റോസ്റ്റിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഈ കൊപ്രയൊക്കെ ചെറിയ പീസുകളായിട്ട് ചെന്നിട്ട് 70 ഡിഗ്രിയിൽ ചൂടായിട്ടാണ് അത് പിന്നെ നമ്മൾ എക്സ്പെല്ലറിലേക്ക് പോകുന്നത്. അപ്പോൾ എക്സ്പെല്ലറിലേക്ക് പോണേക്കാട്ടി മുമ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളികേരത്തെ വാട്ടർ കണ്ടൻറ്റ് കംപ്ലീറ്റ് റിമൂവ് ആവും. അതുകൊണ്ട് ഈ സാധനം നമുക്ക് ഈ വെളിച്ചെണ്ണ നമുക്ക് 6 മാസം വരെ ഗ്യാരണ്ടി ആയിട്ട് എടുത്തു വയ്ക്കാം. ഒരു കേടുണ്ടാവില്ല എന്ന് എൻഷുർ ചെയ്യാൻ പറ്റും നമുക്കത്. അതൊന്ന്. പിന്നെ രണ്ടാമത്തെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെളിച്ചെണ്ണ നല്ല സ്മെല്ലായിരിക്കും. റോസ്റ്റിംഗ് ചെയ്യണ കാരണം ഇത് നല്ല സ്മെല്ലുണ്ടായിരിക്കും. വീട്ടിൽ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയും കാട്ടിക്കും നല്ല ഗുണമായിരിക്കും കാണുന്നുണ്ടാവുക. ഈ എക്സ്പെല്ലർ സാധാരണ മില്ലുകളിലൊക്കെ ചെയ്യുന്നത് വെറും എക്സ്പെല്ലറിലേക്ക് ഡയറക്റ്റ് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്ര സ്മെല്ല് കിട്ടില്ല. ഇത് റോസ്റ്റിംഗ് ചെയ്യണ കാരണം നല്ല സ്മെല്ലുണ്ടായിരിക്കും. അതാണ് ഞങ്ങളുടെ വെളിച്ചെണ്ണയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ വെളിച്ചെണ്ണയുടെ പ്രോസസ്സ് ഈ പറഞ്ഞ മാതിരിയാണ് ഏകദേശം. അതായത് നമ്മൾ എടുത്തു, റോസ്റ്റഡ് ചെയ്ത ശേഷമാണ് അത് നമ്മൾക്ക് എക്സ്പെല്ലറിലേക്ക് പോകുന്നത്. 3 എക്സ്പെല്ലർ ഉണ്ട് ഇവിടെ നമുക്ക്. ഫസ്റ്റ് എക്സ്പെല്ലറിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 40% അതിൽ നിന്ന് കണ്ടൻറ്റ് കിട്ടും, ഓയിൽ കിട്ടും, കോക്കനട്ട് ഓയിൽ കിട്ടും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ എക്സ്പെല്ലറിൽ പോയി 3ാമത്തെ എക്സ്പെല്ലറിൽ പോകുമ്പോഴാണ് ശരിക്ക് അത് വെളിച്ചെണ്ണയും അതേമാതിരി പിണ്ണാക്കും തിരിച്ചു വരുന്നത്. ഈ പിണ്ണാക്ക് അതോട് കൂടിയിട്ട് നമ്മൾ പിണ്ണാക്കിൻ്റെ സൈഡ് മാറ്റി വയ്ക്കും. വെളിച്ചെണ്ണ അണ്ടർഗ്രൗണ്ടിൽ ടാങ്ക് ഉണ്ട്, അതിലേക്ക് പോയി സ്റ്റോർ ചെയ്ത്. ഈ വെളിച്ചെണ്ണയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി ഏകദേശം ഫിൽറ്റർ ചെയ്യുന്നതിൻ്റെ മുമ്പ് വരെയുള്ള ടാങ്കുകളിൽ ഒരു 3000 ലിറ്റർ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റി ഉണ്ട്. ഇതിൽ നിന്ന് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ നമ്മൾ ആ ടാങ്കിൽ ഇട്ട് അതൊന്നും കൂടിയും അതായത് അതിൻ്റെ കീടങ്ങളുണ്ടെങ്കിൽ താഴ്ത്തു പോകാൻ വേണ്ടി വെച്ചതിന് ശേഷമാണ് ഫിൽറ്ററിങ് ചെയ്യുള്ളൂ. ഡബിൾ ഫിൽറ്റർ ചില സമയത്ത് ചെയ്യേണ്ടി വരും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ക്വാളിറ്റി നോക്കിയിട്ട് നമ്മൾ ചിലപ്പോൾ ഡബിൾ ഫിൽറ്റർ ചെയ്യേണ്ടി വരും. സാധാരണ കേസിൽ ഒരു 95% സിംഗിൾ ഫിൽറ്റർ മതി. സിംഗിൾ ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഡയറക്റ്റ് പിന്നെ മുകളിൽ തട്ടിലുള്ള സ്റ്റോറേജിലേക്ക് മാറ്റുകയാണ്. അതിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ പോകുന്നത് കൺസ്യൂമർ ഉപയോഗത്തിന് വേണ്ടി ഒരു പൈപ്പ് ലൈൻ മുഖാന്തരം നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ് വെളിച്ചെണ്ണ. പിന്നെ ഞങ്ങളുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു ദിവസം 10 ടൺ വരെ ആട്ടാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ടൈമിങ്ങിൽ ഞങ്ങൾ 3 ടൺ വരെയാണ് ഉപയോഗിക്കുന്നുള്ളൂ. ലോങ് ടൈമിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതിന് വേണ്ട ആവശ്യം വരും. ഇപ്പോൾ കസ്റ്റമേഴ്സൊക്കെ അറിഞ്ഞു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് പ്രൊഡക്ഷനും കൂട്ടി തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ആ സാധനമായതുകൊണ്ട് ദൈവം അനുഗ്രഹിച്ചിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നു വിചാരിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മായമില്ലാത്ത വെളിച്ചെണ്ണയാണ്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഞങ്ങൾ വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടാണ് ചെയ്യുന്നത്. അത് ഞങ്ങൾ 2 ടൈപ്പ് ആദ്യം ഉദ്ദേശിച്ചാണ്. ഒന്ന് റോസ്റ്റഡ് കോക്കനട്ട് ഓയിലും പിന്നെ ഒന്ന് നോർമൽ കോക്കനട്ട് ഓയിലും ചെയ്യാൻ വിചാരിച്ചു. പക്ഷേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ 2 ടൈപ്പും വരുമ്പോൾ കസ്റ്റമേഴ്സിന് ചിലപ്പോൾ ഒരു വിധി ഉണ്ടായിരിക്കും. അതായത് എന്തുകൊണ്ട് ഈ വെളിച്ചെണ്ണയ്ക്ക് ഈ സ്മെല്ല് വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ 2 ടൈപ്പ് ആകുമ്പോൾ അതിൻ്റെ വിലയിലും വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷേ ചിലപ്പോൾ മേടിക്കുക ഒരു നോർമൽ കോക്കനട്ട് ഓയിലായിരിക്കും. എന്നിട്ട് നമ്മുടെ റോസ്റ്റഡ് കോക്കനട്ട് ഓയിൽ
ഓയിലിൻ്റെ ഗുണമില്ല എന്ന് പറയുമ്പോൾ അത് നമ്മൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ വേണ്ടെന്ന് വെച്ചത്. ഒറ്റ ടൈപ്പ് കോക്കനട്ട് ഓയിൽ മതി ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇതിപ്പോൾ തുറന്നുകൊണ്ട് പോകുന്നത്. ഇനി ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അത് മറ്റേ കോക്കനട്ട് ഓയിൽ വേണ്ട, നോർമൽ കോക്കനട്ട് ഓയിലല്ല, ഇത് റോസ്റ്റഡ് കോക്കനട്ട് ഓയിലിൻ്റെ ഗുണം എപ്പോഴും കിട്ടണം. അതാണ് കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ടാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നത്. കശുവണ്ടി ഞങ്ങൾ സെലക്ട് ചെയ്യുന്നത് എപ്പോഴും നാടൻ കശുവണ്ടിയാണ് കണ്ണൂരിൽ നിന്നുള്ളത്. പക്ഷേ ഒരു ലിമിറ്റേഷൻ ഉണ്ട് കശുവണ്ടി കിട്ടാൻ വേണ്ടി. നാടൻ കശുവണ്ടി അത് 1-2 മാസം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. മെയിനായിട്ടും കണ്ണൂർ ഇരട്ടി സൈഡിലത്തെ കശുവണ്ടിയാണ് എടുക്കുന്നത്. ഉള്ള സമയത്ത് നമ്മൾ ഒരു 50 ടൺ 60 ടൺ ഒരുമിച്ച് കൊണ്ടുവരിക ചെയ്യുന്നത്. പക്ഷേ അതൊരു 2-3 മാസത്തേക്ക് ഉണ്ടാവുള്ളൂ അതിൻ്റെ കൺസപ്ഷൻ. അതുകൊണ്ട് നമ്മൾ തൂത്തുക്കുടി മംഗലാപുരം പോർട്ടിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുക ചെയ്യുന്നത്, ഇമ്പോർട്ട് ചെയ്യുന്ന കശുവണ്ടി. അത് താൻസാനിയാണ് എപ്പോഴും പ്രിഫറൻസ്. താൻസാനിയ കശുവണ്ടിയാണ് ഏറ്റവും നല്ല കശുവണ്ടി. അത് കഴിഞ്ഞ് ഗാന, പിന്നെ ബനിയൻ, അങ്ങനെയുള്ള പല വെറൈറ്റി ഉണ്ട്. അതിൽ സൈസ് ഉണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കശുവണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വൈറ്റ് കളർ ഉണ്ടായിരിക്കും വേണം, വലിയ കശുവണ്ടി ഉണ്ടായിരിക്കും വേണം, എന്നാലും അതിന് മാർക്കറ്റുള്ളൂ. 2 സൈസാണ് കശുവണ്ടി പ്രോസസ്സ് ചെയ്യുന്നത്. ഒന്ന് ബോയിലിങ്, ഒന്ന് റോസ്റ്റിങ്. കശുവണ്ടി നമ്മൾ റോസ്റ്റിംഗ് ചെയ്യുമ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കൂടുതൽ എടുത്തു വയ്ക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ റോസ്റ്റിംഗ് പ്രോസസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ പണ്ടത്തെ കാലത്ത് വീട്ടിൽ ചുട്ടില്ലേ അതേമാതിരി മെഷീനറിയിൽ ചുട്ട് കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്യും. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് അവിടുത്തെ കുട്ടികൾ അത് കൊണ്ടുവന്ന് തരുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പീലിംഗ് സെക്ഷനിൽ പോകും. അങ്ങനെ ഒരു 5-6 പ്രോസസ്സിങ് ഉണ്ട്. അത് ആദ്യം റോസ്റ്റിംഗ് ചെയ്യണം, പിന്നെ അത് കഴിഞ്ഞ് കൂളിംഗ് ചെയ്യണം, അത് കഴിഞ്ഞ് പിന്നെ സോർട്ടിങ് ചെയ്യണം. അങ്ങനെ ഒരു 6-7 സെക്ഷൻ കഴിഞ്ഞിട്ടാണ് ഇത് ഫിനിഷ് പ്രൊഡക്റ്റായിട്ട് വരുന്നത്. ഇതിലെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾക്ക് കശുവണ്ടി കിട്ടിയാൽ റോ കിട്ടിയാൽ മാത്രമാണ് എപ്പോഴും പ്രൊഡക്ഷന് നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അതേമാതിരി കസ്റ്റമേഴ്സും സാറ്റിസ്ഫൈ ആവുള്ളൂ. യെല്ലോ കളറ് കൂടുതലുണ്ടാവും, പുഴുക്കുത്ത് അങ്ങനത്തെ കശുവണ്ടി ചിലപ്പോൾ വില കുറവ് കിട്ടും. പക്ഷേ അത് നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കും, നമ്മുടെ ട്രേഡ് ടീമിനെ ബാധിക്കും. അതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ മാർക്കറ്റ് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേമാതിരി കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല ക്വാളിറ്റിയുള്ള കാഷ്യൂ മാത്രമാണ് സെലക്ട് ചെയ്യാറുള്ളൂ. അത് ഞങ്ങൾക്ക് സ്ട്രിക്റ്റായിട്ടും അത് തന്നെ വേണം നിർബന്ധമുണ്ട്. അതുകൊണ്ട് വില കൂടുതലായിരിക്കും, റോ മെറ്റീരിയൽ വില കൂടുതലായിരിക്കും. എന്നിരുന്നാൽ തന്നെ ഞങ്ങൾ അത് തന്നെയാണ് എപ്പോഴും സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ കശുവണ്ടി എല്ലാവരും സെലക്ട് ചെയ്യുന്നത്, ഇഷ്ടപ്പെടുന്നത്. കശുവണ്ടി ഞങ്ങളുടെ ഫാക്ടറിയിൽ പ്രോസസ്സ് ചെയ്യണേൽ ഒരു 6-7 ടൈപ്പ് ഉണ്ട്. അത് ഏറ്റവും നല്ല ടൈപ്പാണ് 180. 180 എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കശുവണ്ടി ആണെങ്കിൽ മാത്രമേ നമുക്ക് 180 കിട്ടുള്ളൂ. ഏറ്റവും വലിയ അതായത് സൈസായിരിക്കണം, അതിനാണ് 180 എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെ പ്രോസസ്സ് ചെയ്യുന്നതിലത്തെ സെക്കൻഡ് നമ്പർ 240. 240 ഏതാണ്ട് റേഞ്ച് 180 അടുത്ത് വരും. പക്ഷേ 180 അത്രയ്ക്ക് എത്തില്ല, എന്നാലും ഏതാണ്ട് നല്ല കപ്പാസിറ്റി ഉള്ളതിന് 240. അത് കഴിഞ്ഞാൽ അടുത്ത സെക്ഷനാണ് 320. 320 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിയും കുറച്ചും കൂടിയും സൈസ് ചെറുതായിരിക്കും. അല്ലാണ്ട് ക്വാളിറ്റിയൊക്കെ ഒന്ന് തന്നെയായിരിക്കും. എപ്പോഴും എല്ലാതും A to Z വരെ ക്വാളിറ്റി ഒന്ന് തന്നെയായിരിക്കും. പക്ഷേ സൈസിലുള്ളൊരു വ്യത്യാസമാണ് ഇതിൻ്റെ ഗ്രേഡ് തിരിക്കുന്നത്. അത് കഴിഞ്ഞാലുള്ള സെക്ഷനാണ് 450. 450 ആണ് ലാസ്റ്റ് സെക്ഷൻ വരുന്നത് ഇതിൻ്റെ സൈസിൻ്റെ. ഈ 450 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിങ്, അതായത് ഈ 180 240 എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബോർമയാണ് ഫസ്റ്റ്. തൊലിയോട് കൂടിയിട്ടുള്ള കശുവണ്ടിയാണ് പേരാണ് ബോർമ എന്ന് പറയുന്നത്. അപ്പോൾ ബോർമ ആണ് ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ 4-5 വെറൈറ്റി വരുന്നത്. പിന്നെ ഇതിൽ തന്നെ 2 പീസ് ഉണ്ട്, 4 പീസ് ഉണ്ട്, പിന്നെ കുരുന്നുണ്ട്. അങ്ങനെ ഒരു 4-5 സെക്ഷനും കൂടി അതായിട്ട് വരും. മെയിനായിട്ടുള്ളത് ഈ 4-5 ഫസ്റ്റ് പറഞ്ഞ കാറ്റഗറിയാണ് വരുന്നത്. പിന്നെ ഇതിൽ ഞങ്ങൾ സ്പൈസി ചെയ്യുന്നുണ്ട്. അതായത് റോസ്റ്റഡ് ചെയ്ത കാഷ്യൂ തന്നെ സ്പൈസി ചെയ്യുന്നുണ്ട്. ഈ സ്പൈസി ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് തന്നെയാണ് ഇതൊക്കെ. അതായത് ചില്ലി, അതേമാതിരി മസാല, ഇതൊക്കെ നമ്മുടെ ഇതിലൊന്നും കെമിക്കൽ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഇവിടുത്തെ പ്രൊഡക്റ്റ് മാത്രം എടുത്തിട്ടാണ് നമ്മൾ ഈ വക ഇത് ചെയ്യുന്നത്, സ്പൈസി ഉണ്ടാക്കുന്നത്. അതിൽ 4-5 ടൈപ്പ് ഉണ്ട്. ഒന്ന് ചില്ലി ടൈപ്പ് ഉണ്ട്, പെപ്പർ ടൈപ്പ് ഉണ്ട്, ബാർബിക്യൂ ഉണ്ട്, പിന്നെ സാൾട്ട് ഉണ്ട്, ഷുഗർ ഉണ്ട്. അങ്ങനെ ഒരു 5-6 വെറൈറ്റി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ചേ വെക്കുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നാൾ വെച്ചിട്ട് അത് നമ്മൾ ആ സ്പൈസിയുടെ ടേസ്റ്റ് കളയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഓൺ ഡിമാൻഡ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്തിൻ 3 ഡേയ്സിൽ നമ്മൾ ആർക്കാണോ വേണ്ടത് അവർക്ക് നമ്മൾ കൃത്യമായിട്ടും ഡെലിവറി ചെയ്യാൻ പറ്റുന്നതാണ്. ഞങ്ങൾ ഈ പൗഡേഴ്സ്, അതേമാതിരി കാഷ്യൂ, പിന്നെ കോക്കനട്ട് ഓയിൽ, ഇതിൻ്റെ ഒപ്പം തന്നെ
എല്ലാവരെയും ഒരു റിക്വസ്റ്റ് പ്രകാരം തുടങ്ങിയതാണ് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും ബിസിനസ്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ വേണ്ട രീതിയിൽ ഇമ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യണ സപ്ലൈസിൻ്റെ അവിടെ നിന്ന് വാങ്ങിയിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ബദാം, പിസ്ത, വാൾനട്ട്, ഡേറ്റ്സ്, അതേമാതിരി റൈസിൻസ്, ഹസൽനട്ട്, ഇതെല്ലാതും നമ്മളുടെ ഇവിടെ ഉണ്ട്. അപ്പോൾ കസ്റ്റമറുടെ റിക്വസ്റ്റ് പ്രകാരം അത് നമ്മൾ 1 കിലോനോ 1/2 കിലോനോ എത്ര വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് അത് നമ്മൾ നമ്മുടേതായ സുറാൻ ലേബിളിൽ നമ്മളെല്ലാവർക്കും അത് സെയിൽസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പകരം സുറാൻ എന്ന് പറഞ്ഞ ഷോപ്പുണ്ട് കൊടകര, അതേമാതിരി വേറെ ഔട്ട്ലെറ്റ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ അടുത്ത് തന്നെ. അപ്പോൾ അവിടെയൊക്കെ സെയിലുണ്ട്. അതെല്ലാവരും നല്ല രീതിയിൽ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഓണം വരികയാണല്ലോ, അപ്പോൾ ഞങ്ങൾ ചിപ്സിൻ്റെ പരിപാടിയും തുടങ്ങിയിട്ടുണ്ട്. ചിപ്സിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ശർക്കര വരട്ടി, അതേമാതിരി ചിപ്സ്, ബനാന ചിപ്സ്, ഇത് രണ്ടും കൂടി നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശർക്കര വരട്ടി ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കൊടുക്കില്ല, ഇവിടെ തന്നെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. ഇവിടെ തന്നെ പ്രോസസ്സ് ചെയ്യുമ്പോൾ അത് ശരിക്കും വീട്ടിലുണ്ടാക്കണ അതേ ടേസ്റ്റ് നമുക്ക് എല്ലാവരും പറയുന്നുണ്ട്. ഞങ്ങൾ ഒരു 500 പേർക്കുള്ള ഒരു കിറ്റ് ഉണ്ടായിരുന്നു സപ്ലൈ, അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓണത്തിൻ്റെ കിറ്റ്. അതിൽ 500 പേർക്ക് കിറ്റിൽ 20 ഐറ്റംസാണുള്ളത്. അത് സ്റ്റാർട്ടിങ് നമ്മൾ തുടങ്ങിയത് 500 റുപ്യ പെർ മന്ത് എന്ന് പറഞ്ഞിട്ട് 10 മാസത്തേക്കാണ്. 5000 രൂപ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് മന്ത്ലി 500 വെച്ച് പേ ചെയ്തിട്ട് 10 മാസം കഴിയുകയാണെങ്കിൽ എല്ലാവർക്കും 6000 റുപ്യയുടെ വർത്ത് എമൗണ്ടുള്ള കിറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. 4 വർഷമായി ഞങ്ങൾ കമ്പനി തുടങ്ങിയിട്ട്. അപ്പോൾ ഇതുവരെ നല്ല ഒരു അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഞങ്ങൾ തുടങ്ങിയപ്പോൾ വെളിച്ചെണ്ണയും കാഷ്നട്ടും മാത്രമാണ് തുടങ്ങിയിരുന്നുള്ളൂ. ഇപ്പോൾ എല്ലാ തരം പൗഡറുകൾ, അതായത് അരിപ്പൊടി, അരിയുടെ പുട്ടുപൊടി, റാഗിയുടെ പുട്ടുപൊടി, ചോളം, മില്ലറ്റ്, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ എല്ലാ തരം പൊടികളും ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. ഞങ്ങൾ ഇത്രയും ഉന്നതിയിൽ എത്തുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അത് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയപ്പോൾ. പക്ഷേ നല്ല പ്രൊഡക്റ്റുകൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചെറിയതായിട്ട് നമ്മുടേതെന്ന രീതിയിൽ ചെറിയൊരു ഇൻകവും ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കുന്നു. ഞങ്ങൾ 7 പേരാണ് ഇതിൽ ഈ സംരംഭത്തിലുള്ളത്. ഇപ്പോൾ 4 പേരെ വന്നിട്ടുള്ളൂ. പിന്നെ ഞങ്ങളെല്ലാവരും തൊഴിലാളികളുടെ പോലെ തന്നെ എല്ലാവരുടെ കൂടെ നിന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് ജോലി ചെയ്യണത്. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. പിന്നെ സ്ത്രീകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, വെറുതെ വീട്ടിലിരിക്കാണ്ട് ഇതുപോലെ എന്തെങ്കിലും ചെറിയ സംരംഭങ്ങൾ തുടങ്ങി നാട്ടുകാർക്ക് നല്ല നല്ല ഭക്ഷണങ്ങൾ എത്തിക്കുക. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.